വിശദമായി തന്നെ നോക്കാം. മുക്കം മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ഓർഫനേജ് ഗേൾസ് സ്കൂളിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. കളർപ്പെട്ടി എന്ന പേരിലായിരുന്നു പ്രദർശനം. മുക്കം മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ഓർഫനേജ് ഗേൾസ് സ്കൂളിലാണ് കളർപ്പെട്ടി എന്ന പേരിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത്. സ്കൂളിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമാണ് നടന്നത്. പ്രകൃതി ദൃശ്യങ്ങൾ, മഹാന്മാരുടെ ഛായാചിത്രങ്ങൾ, കടൽക്കാഴ്ചകൾ, പക്ഷിമൃഗാദികൾ, ഉദയാസ്തമയങ്ങൾ, കാർഷിക വിളവെടുപ്പ് തുടങ്ങിയ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ വാട്ടർ കളർ, ക്രയോൺസ്, ആക്രിലിക് പെയിന്റ്, ഓയിൽ പേസ്റ്റൽ, കളർ പെൻസിൽ തുടങ്ങിയ മീഡിയങ്ങൾ ഉപയോഗിച്ച് ചെയ്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് തങ്ങളുടെ ഭാവനയും കാഴ്ചയും വരച്ച് നിറങ്ങൾ ചാലിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്തും മുടങ്ങാതെ ഓൺലൈനായി സംഘടിപ്പിച്ചിരുന്ന കളർപ്പെട്ടിയുടെ 5ാം പ്രദർശനമാണിത്. ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ NK മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ചു. MMO അക്കാഡമിക് ഡയറക്ടറും മുൻ പ്രധാന അധ്യാപകനുമായ P അബ്ദു മാസ്റ്റർ ചിത്രരചന മത്സരവിജയികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. പൂർവാധ്യാപകനും കലാകാരനുമായ C വിജയൻ മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ന്യൂസ് 18 മുക്കം. ഇടുക്കിയിൽ മാത്രം നിലവിലുണ്ടായിരുന്ന നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നിബന്ധന ഒഴിവാക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഭൂമിയിടിന്മേൽ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പ അനുവദിക്കുന്നതിന് ഭൂമിയുടെ പട്ടയം യഥാർത്ഥമാണെന്നുള്ള തഹസിൽദാരുടെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണമെന്ന നിബന്ധനയാണ് ഒഴിവാക്കിയത്. ഇടുക്കിക്കാർക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയിരുന്ന നടപടിക്രമങ്ങളാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. 2010 ജില്ലയിലെ ഭൂമിക്ക് നൽകിയിരിക്കുന്ന പട്ടയം നിജമാണെന്ന് സാക്ഷ്യപ്പെടുത്തി സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന ഉണ്ടായത്. സർക്കാർ വ്യവസ്ഥകൾ പ്രകാരം പട്ടയം നൽകിയിരിക്കുന്ന ഭൂമിയുടെ പട്ടയം നിജമാണെന്ന് വീണ്ടും സാക്ഷ്യപ്പെടുത്തേണ്ട നടപടി ഇടുക്കിയിൽ മാത്രമാണ് നിലവിലുള്ളത്. 2022 ജൂൺ 3 ഇടുക്കി തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് പുതിയ നടപടി. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ജില്ലയുടെ ലീഡ് ബാങ്കായ യൂണിയൻ ബാങ്ക് മാനേജർക്ക് നൽകി. ഇടുക്കി ജില്ലയിൽ മാത്രം 2010 മുതൽ നിലവിലുണ്ടായിരുന്ന ഒരു ഉത്തരവായിരുന്നു നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് വേണമെന്ന്. കളക്ടറിന്റെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള കളക്ടറിന്റെ പുതിയ ഉത്തരവ് അഭിനന്ദനാർഹമാണ്. ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരായ കർഷകർക്ക് വായ്പ എടുക്കാൻ പോകുമ്പോൾ ഇതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിരവധി തവണ തഹസിൽദാർ ഇടുക്കി താലൂക്ക് ഓഫീസിലൊക്കെ കയറിയിറങ്ങേണ്ട അവസ്ഥയായിരുന്നു. വില്ലേജ് ഓഫീസ് മുതൽ മാസങ്ങളോളം നടന്നതിന് ശേഷമൊക്കെയായിരുന്നു ഇത് കിട്ടിയിരുന്നത്. എന്താണെങ്കിലും ഈ ഉത്തരവ് സ്വാഗതാർഹമാണ്. കയ്യേറ്റം ഒഴിപ്പിക്കൽ ആരംഭിച്ചതോടെ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിർത്തിവച്ചിരുന്നു. ഇതുമൂലം ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും സ്പൈസസ് ബോർഡിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. പട്ടയം അനുവദിച്ചുള്ള ഭൂമിക്ക് എല്ലാ റവന്യൂ സർട്ടിഫിക്കറ്റുകളും അനുവദിക്കുന്ന സ്ഥിതിക്ക് നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് കൂടി അധികമായി അനുവദിക്കേണ്ടതില്ലെന്നും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും നിർദ്ദേശം പാലിക്കുന്നുണ്ടെന്ന് ലീഡ് ബാങ്ക് മാനേജർ ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ജൈവകൃഷി രീതികൾക്ക് ഊന്നൽ നൽകിയും ജീവിതശൈലികൾ രൂപപ്പെടുത്തിയും ശ്രദ്ധേയമായ ഹരിതാമൃതത്തിന്റെ ഈ വർഷത്തെ പ്രദർശനത്തിന് വടകരയിൽ തുടക്കം. ജൈവ കാർഷിക രീതികൾക്കും പ്രയോഗത്തിനും സമാനതകളില്ലാത്ത മാതൃകയാണ് ഹരിതാമൃതം. പത്മശ്രീ ചെറുവയൽ രാമൻ ഹരിതാമൃതം ഉദ്ഘാടനം ചെയ്തു. കൃഷി ഭക്ഷണത്തിനും ആരോഗ്യത്തിനും എന്ന സന്ദേശമുയർത്തിയാണ് ഹരിതാമൃതം 2023 നടക്കുന്നത്. മഹാത്മാ ദേശീയസേവന എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 2010 മുതൽ പ്രദർശനം സംഘടിപ്പിച്ചുവരുന്നു. വിഷരഹിതമായ ഭക്ഷണം, ജൈവ കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഹരിതാമൃതത്തിന്റെ ലക്ഷ്യം. ഏതൊരാൾക്കും വന്നു കയറിയാൽ കാണാനും കേൾക്കാനും കണ്ടും കേട്ടും പഠിക്കുവാനും കഴിയുന്ന വിപുലമായ നിലയിലുള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന എല്ലാവിധ സന്നാഹങ്ങളോടുകൂടിയുള്ള ഒരുക്കങ്ങൾ ഈ വർഷത്തെ ഹരിതാമൃതം 23 പ്രത്യേകതയാണ്. ഇന്ന് എല്ലാ മേഖലയിലുള്ള ആളുകളും ജൈവ കൃഷിയെ സംബന്ധിച്ചും വിഷമില്ലാത്ത ഭക്ഷണത്തെ സംബന്ധിച്ചും സജീവമായ ചർച്ചയിലാണ്. അത് ഹരിതാമൃതത്തിന്റെ ഒരു വമ്പിച്ച വിജയം തന്നെയാണ്. പത്മശ്രീ ചെറുവയൽ രാമൻ ഹരിതാമൃതം 2023 വടകര ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു. 16 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തോടനുബന്ധിച്ച് ജൈവ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും, വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ, വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും. ന്യൂസ് 18 വടകര. കോതമംഗലം ഇൻചൂരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന പറമ്പിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. JCB ഉപയോഗിച്ച് പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാമ്പിനെ കണ്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ചാത്തമറ്റത്ത് നിന്നും വനപാലകരോടൊപ്പം പാമ്പ് പിടുത്ത വിദഗ്ധൻ CK വർഗീസ് എത്തി പാമ്പിനെ പിടിച്ച ഉൾവനത്തിൽ തുറന്നുവിട്ടു.
ആദിവാസി മേഖലകളിലെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് കോതമംഗലത്ത് ഉണ്ണിക്കൊരു മുത്തം പദ്ധതിക്ക് തുടക്കം. ആദിവാസികൾക്കിടയിലുള്ള ശിശുമരണം ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. യഥാസമയമുള്ള പരിശോധനകളും ചികിത്സകളും ഇല്ലാത്തതുമൂലം ആദിവാസി കുട്ടികൾ പലപ്പോഴും അനാരോഗ്യത്തോടെയാണ് ജീവിക്കുന്നത്. മതിയായ പോഷകാഹാരക്കുറവും ഗുരുതരമായ പ്രശ്നമാണ്. ഇതിന് പരിഹാരമായി കൃത്യമായ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുന്നതിനും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനുമാണ് ഉണ്ണിക്കൊരു മുത്തം പദ്ധതി. ശിശുമരണം ഒഴിവാക്കുന്നതിനും ഈ പദ്ധതി വഴി സാധിക്കും. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു. ആദിവാസി മേഖലകളിൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ പദ്ധതിയിലൂടെ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചികിത്സാ സൗകര്യങ്ങൾ യഥാസമയത്ത് കിട്ടാതെ വരുമ്പോൾ നവജാത ശിശു മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയിലുള്ള പ്രദേശത്തുള്ള നമ്മുടെ ഈ ട്രൈബൽ മേഖലയിൽ അത്തരത്തിലൊരു കാര്യം ഇനി മേലിൽ ഉണ്ടാവാതെ ഇരിക്കുവാനും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാനും ഒക്കെയായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് കാർഡ് വിതരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനിത റഹീം നിർവഹിച്ചു. പട്ടികവർഗ വികസന ഓഫീസർ അനിൽ ഭാസ്കർ പദ്ധതി വിശദീകരണം നടത്തി. ന്യൂസ് 18 കോതമംഗലം. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞൾ കൃഷിയിൽ 100 മേനി വിളവ്. പഞ്ചായത്തിലെ 15 വാർഡുകളിലെ 50 തൊഴിലുറപ്പ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ 150ഓളം ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. കായംകുളം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ സഹകരണത്തോടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മഞ്ഞൾ കൃഷി ചെയ്തത്. 2.5 കോടി രൂപയോളം ചെലവഴിച്ച പദ്ധതിയിൽ നിരവധി തൊഴിൽ ദിനങ്ങളും സൃഷ്ടിച്ചു. 2ാം വാർഡിലെ 3 ഏക്കറിലെ കൃഷിയിലൂടെ 1500 കിലോഗ്രാം മഞ്ഞൾ ഉൽപ്പാദിപ്പിച്ചു. കഴിഞ്ഞ മെയ്യിലാണ് കൃഷി ഇറക്കിയത്. ആലപ്പി സുപ്രീം എന്ന വിത്താണ് പാകിയത്. ഒരു ഗ്രൂപ്പ് 2 ഏക്കർ മുതൽ 3 ഏക്കർ വരെ സ്ഥലം പാട്ടത്തിനടുത്തായിരുന്നു കൃഷി ചെയ്തത്. വിളവെടുപ്പ് ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ സി ബാബു നിർവഹിച്ചു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ജൈവവൈവിധ്യ ബോർഡിന്റെ 5 ലക്ഷം രൂപ ലഭിച്ചതും നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും കൂടാണ്. 15 വാർഡുകളിലായി 50 ഗ്രൂപ്പുകളാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പും ഏകദേശം 2.5 ഏക്കർ സ്ഥലം വീതമാണ് നമ്മൾക്ക് കൃഷിക്കായിട്ട് ഉപയോഗിച്ചത്. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൃഷി ചെയ്തിട്ടുണ്ട്. 2ാം വാർഡിൽ 2 ഏക്കർ സ്ഥലത്ത് 32 തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു. ഒരു സമ്പൂർണ്ണ മഞ്ഞൾ ഗ്രാമമാക്കി മാറ്റുക, അതായത് വളരെ ശുദ്ധമായ മഞ്ഞൾ ജനങ്ങൾ എത്തിക്കുന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പദ്ധതി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്തത്. ഇതിനുവേണ്ടി ഓരോ ഗ്രൂപ്പിനും 2.5 ഏക്കർ വസ്തുവിലാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തത്. ആലപ്പി മഞ്ഞൾ എന്നുള്ള ഒരു ബ്രാൻഡ് ഞങ്ങൾ വിപണിയിൽ ഇറക്കാൻ പോവുകയാണ്. അത് ആലപ്പി ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ കുടുംബശ്രീ യൂണിറ്റ് മുഖേന ഇത് ഞങ്ങൾ വിപണിയിൽ എത്തിക്കും. കഴിഞ്ഞ വർഷം മെയ് മാസം പകുതിയോടെയാണ് കൃഷി ആരംഭിച്ചത്. 9 മാസം കൊണ്ടാണ് 100 മേനി വിളവ് ലഭിച്ചത്. ആലപ്പുഴ ജില്ലയിലെ 2 പഞ്ചായത്തുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വിളവെടുത്ത മഞ്ഞൾ പൊടിയാക്കി വിപണിയിൽ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇവർ പറയുന്നു. ന്യൂസ് 18 കായംകുളം. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ശൌചാലയങ്ങളുടെ നവീകരണം ഉടൻ തുടങ്ങും. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിലെ ശൌചാലയങ്ങൾക്ക് പലതിനും വാതിലുകൾ പോലുമില്ലാത്ത അവസ്ഥയായിരുന്നു. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ 100 കിടക്ക വാർഡിലെ ശൌചാലയങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി നഗരസഭ 9 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. OP ബ്ലോക്കിലെയും ശസ്ത്രക്രിയാ വിഭാഗത്തിലെയും ശൌചാലയങ്ങളിലാണ് അറ്റകുറ്റപ്പണി. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിലെ ശൌചാലയങ്ങൾക്ക് പലതിനും വാതിലുകൾ പോലുമില്ലാത്ത അവസ്ഥയായിരുന്നു. രോഗികളും കൂട്ടിരിപ്പുകാരും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്കും നഗരസഭയ്ക്കും നിരവധി പരാതികൾ നൽകിയിരുന്നു. തുടർന്നാണ് ശൌചാലയം നവീകരിക്കാൻ ഫണ്ട് അനുവദിച്ചത്. അത്യാഹിത വിഭാഗത്തിലെ ശൌചാലയങ്ങളുടെ നവീകരണത്തിന് 2 ലക്ഷം രൂപയും നഗരസഭ അനുവദിച്ചിരുന്നു. ഇതിന്റെ കരാർ നടപടികളും പൂർത്തീകരിച്ചു. അടുത്തയാഴ്ചത്തോടെ നിർമ്മാണം തുടങ്ങിയേക്കും. ആശുപത്രിയിലെ 100 കിടക്ക വാർഡിന്റെ കിഴക്കേ ഭാഗത്ത് ഓട നിർമ്മിക്കാൻ 1 ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷം 5 ലക്ഷം രൂപ മുടക്കി OP ബ്ലോക്കിലെ വനിതകളുടെ വാർഡിൽ ശൌചാലയം നവീകരിച്ചിരുന്നു. ദിവസവും 100 കണക്കിന് പേരാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്.
ശൌചാലയങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് രോഗികൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അഴീക്കലിൽ വള്ളം മറിഞ്ഞ അപകടമുണ്ടായ സമയത്ത് പരിക്കേറ്റവരെ സന്ദർശിക്കാനെത്തിയ മന്ത്രിയോടും രോഗികൾ പരാതി പറഞ്ഞിരുന്നു. ന്യൂസ് 18 കായംകുളം. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കി ശാന്തൻപാറയിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൌജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു. വേനൽക്കാല പകർച്ചവ്യാധികൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജീവിതശൈലി രോഗനിർണയവും കുട്ടികളിലെ അലർജി നിർണ്ണയിക്കുന്നതിനുമുള്ള പരിശോധനകൾ നടത്തി. ക്യാമ്പിൽ പങ്കെടുത്തവർക്കായി സൗജന്യ രക്തപരിശോധനയും ഉണ്ടായിരുന്നു. ക്യാമ്പ് ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആയുഷ് NHM പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 2 ഘട്ടമായി ശാന്തൻപാറയിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ന്യൂസ് 18 നെടുങ്കണ്ടം. എളവള്ളി പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രമായ ചിറ്റാട്ടുകര കിഴക്കേത്തലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് പതിവാകുന്നു. പ്ലാസ്റ്റിക് മാലിന്യം കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യാതെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് പരിസരവാസികൾ പരാതിപ്പെടുന്നു. കിഴക്കേത്തലയിൽ പെട്രോൾ പമ്പിന് സമീപം സാന്റി ജോണിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മാലിന്യം കത്തിക്കുന്നത്. അധികൃതർ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകരയിൽ 3-ാം വാർഡിൽ ഒരു സ്വകാര്യ വ്യക്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുകയാണ്. പരിസരവാസികൾക്കും അതിനോടൊപ്പം തന്നെ ആ വഴിയിലൂടെ യാത്ര ചെയ്തു പോകുന്നവർക്കും വളരെ ബുദ്ധിമുട്ട് ഇതുമൂലം അനുഭവിക്കേണ്ടി വന്നു. ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ടവർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിനും പരാതി നൽകിയിരിക്കുകയാണ്. 128ാമത് മാരമൻ കൺവെൻഷന് പത്തനംതിട്ട കോഴഞ്ചേരി പമ്പ മണൽപ്പുറത്ത് തുടക്കമായി. മാർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപ്പൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. 19 വരെ നടക്കുന്ന കൺവെൻഷൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഭാവിശ്വാസികൾ പങ്കെടുക്കും. 1 ലക്ഷം പേർക്ക് ഇരിക്കാവുന്ന പന്തലിലാണ് കൺവെൻഷൻ നടക്കുന്നത്. ഒരാഴ്ചക്കാലം തുടരുന്ന കൺവെൻഷനിൽ ദിവസവും രാവിലെ പൊതുയോഗവും ഗാന ശുശ്രൂഷ, സായാഹ്ന യോഗങ്ങൾ, ബൈബിൾ ക്ലാസുകൾ എന്നിവ നടക്കും. KSRTC വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൺവെൻഷൻ സെന്ററിലേക്ക് പ്രത്യേക സർവീസും നടത്തുന്നുണ്ട്. വയനാട് കൽപ്പറ്റ ആദിവാസി യുവാവായ വിശ്വനാഥന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച സഹോദരങ്ങൾ രംഗത്ത്. വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് കുടുംബം പറയുന്നു. ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ ലക്ഷണമുണ്ടായിരുന്നു എന്നും ഇവർ ആരോപിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു കേന്ദ്രത്തിൽ ഭാര്യയ്ക്കൊപ്പം എത്തിയ ആദിവാസി യുവാവ് തൂങ്ങിമരിച്ച സംഭവത്തിലാണ് സഹോദരങ്ങൾ ദുരൂഹത ആരോപിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷമാണ് ദമ്പതികൾക്ക് കുഞ്ഞുണ്ടായത്. മോഷണക്കുറ്റം ആരോപിച്ച് മാനസികമായി പീഡിപ്പിച്ചതാണ് വിശ്വനാഥൻ ജീവനൊടുക്കാൻ കാരണമെന്നും ദേഹത്ത് പരിക്കുകളുണ്ടെന്നും സഹോദരങ്ങൾ ആരോപിച്ചു. ഈ ബോഡി വേഗം ഏറ്റെടുക്കണം, പിന്നെ ബോഡി കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഒപ്പിടാതെയാണ് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഞങ്ങൾ ആരും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. പരിക്ക് പറ്റിയത് പിന്നെ ഈ ജസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ഉണ്ട്, പിന്നെ ഇടത്തേക്കാലിലെ മുട്ടിൻ്റെ താഴേക്ക് പൊട്ടിയിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ ഒഴിഞ്ഞ പ്രദേശത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ വിശ്വനാഥനെ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അന്വേഷണത്തിന് പ്രത്യേക സംഘം വേണമെന്ന് ടി സിദ്ദിഖ് MLAയും ആവശ്യപ്പെട്ടു. ന്യൂസ് 18 വയനാട്. നിലമ്പൂർ രാമൻകുത്ത് റെയിൽവേ അടിപ്പാത ഗതാഗത യോഗ്യമാക്കാൻ ഒടുവിൽ MLA PV അൻവർ നേരിട്ടിറങ്ങി. 2 വർഷത്തിലധികമായിട്ടുള്ള രാമൻകുത്തിലെ ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായത്. PV അബ്ദുൾ വഹാബ് MP, PV അൻവർ MLA എന്നിവരുടെ ഫണ്ടുകളിൽ നിന്നായി രാമൻകുത്ത് റെയിൽവേ അടിപ്പാതയ്ക്കായി 1.6 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ലിങ്ക് റോഡിന്റെ കാര്യത്തിൽ തീരുമാനമാകാത്തതിനാൽ ജനങ്ങൾ ഏറെ പ്രയാസപ്പെടുകയായിരുന്നു. റെയിൽവേ പാതയ്ക്ക് കിഴക്ക് ഭാഗത്തുള്ള ജനങ്ങൾക്ക് നിലമ്പൂരിലെത്തണമെങ്കിൽ 3 കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയിലായിരുന്നു. 2 വർഷമായി റെയിൽവേയുമായി ഇക്കാര്യത്തിൽ പല പ്രാവശ്യം ചർച്ച നടത്തിയിട്ടും പരിഹാരമാകാത്ത സാഹചര്യത്തിലാണ് MLA മുൻകൈയെടുത്തത്. അണ്ടർപാസ് നിർമ്മാണത്തോടനുബന്ധിച്ച് അപ്രോച്ച് റോഡ് മുറിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2 വർഷമായി റെയിൽവേയുമായി ബന്ധപ്പെട്ടതിന് പരിഹാരം തേടിയിട്ട് ഇതുവരെ പരിഹാരമായില്ല. ജനങ്ങൾ മുൻകാലത്ത് ഉപയോഗിച്ച് നടന്നു പോയിരുന്ന വഴി പോലും മുടങ്ങിയ അവസ്ഥയായിരുന്നു. ആ ഒരു സ്ഥിതിവിശേഷത്തിൽ ഇനി ഒരു ഗവൺമെൻറ്റിൻ്റെ കാരുണ്യം കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് ആളുകൾക്കിത് യാത്രാ സഞ്ചാരയോഗ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആണ് MLA എന്ന നിലക്ക് ഇതിന് മുന്നിട്ട് ഇറങ്ങിയത്.
സർക്കാരിൻ്റെ ഒരു ഫണ്ടും ഉപയോഗിക്കാതെ വ്യക്തിപരമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ആളുകളുമായി സഹകരിച്ച് ചെയ്യുക എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിക്ഷേപിച്ചിരുന്ന മണ്ണ് JCB ഉപയോഗിച്ച് നീക്കി. ലിങ്ക് റോഡിന്റെ തകർന്ന ഭാഗം ഒന്നിപ്പിച്ചു. യാത്രാ പ്രശ്ന പരിഹാരത്തിന് MLA നേരിട്ടെത്തിയതോടെ നാട്ടുകാരും പിന്തുണയുമായി ഒപ്പം ചേർന്നു. പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ മേഖലയിൽ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും. ന്യൂസ് 18 മലപ്പുറം. കോവിഡ് കാലത്ത് സർക്കാർ ഉപയോഗിച്ച സ്വകാര്യ ആംബുലൻസുകൾക്ക് 2 വർഷമായിട്ടും പ്രതിഫലമില്ല. ജില്ലാ ഭരണകൂടം വിളിച്ച സ്വകാര്യ ആംബുലൻസുകൾക്കാണ് പ്രതിഫലം നൽകാത്തത്. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൈയൊഴിഞ്ഞതോടെ പ്രതിസന്ധിയിലായത് ആംബുലൻസ് ഉടമകളാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ രൂപീകരിച്ച ഹെൽത്ത് ഡെസ്ക് വഴിയായിരുന്നു കോവിഡ് കാലത്ത് സ്വകാര്യ ആംബുലൻസുകളുടെ സേവനം സർക്കാർ ഉപയോഗപ്പെടുത്തിയത്. 2021 മെയ് മുതൽ നവംബർ വരെ ആംബുലൻസുകളും ജീവൻ പണയം വെച്ച് ജീവനക്കാരും കോവിഡ് രോഗികൾക്കായി ഓടി. പക്ഷേ 2 വർഷമാകുമ്പോഴും ഇവർക്ക് പ്രതിഫലം നൽകിയിട്ടില്ല. ലക്ഷങ്ങളാണ് സന്നദ്ധ സംഘടനകൾക്കും വ്യക്തികൾക്കും കിട്ടാനുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഈ കാലയളവിൽ സേവനം നടത്തിയ സൈനിക കൂട്ടായ്മയ്ക്ക് 1,85,000 രൂപയാണ് നൽകാനുള്ളത്. എനിക്കിപ്പോൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു വിഷയം, ഇത്തരം സാഹചര്യങ്ങളിൽ കോവിഡ് പോലുള്ള സാഹചര്യങ്ങളിൽ സന്നദ്ധ സംഘടനകൾ സർക്കാരിനോട് കാണിച്ച ഒരു ആത്മാർത്ഥതയുടെ കുറച്ച് ശതമാനമെങ്കിലും ഞങ്ങളോട് ഇങ്ങോട്ടും കാണിക്കണമെന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് തരാനുള്ള ആ ഒരു ക്യാഷ് ഗഡുക്കളായിട്ടെങ്കിലും ഞങ്ങൾക്കൊന്ന് തരണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതല്ല സ്ഥിതിവിശേഷമെങ്കിൽ നാളെ ഒരു കാലത്ത് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു അവസ്ഥയിൽ സർക്കാർ സന്നദ്ധ സംഘടനകളെ സമീപിക്കുമ്പോൾ അവരുടെ മനോഭാവം എന്ന് പറയുന്നത് അവർ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു മനോഭാവമായിരിക്കും, അല്ലെങ്കിൽ തന്നെ അങ്ങനൊരു സാഹചര്യമായിരിക്കും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ദയവായി സർക്കാർ ഉറപ്പായും ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2021 സെപ്റ്റംബർ വരെയുള്ള തുക നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും ബാക്കി തുക ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിലാണോ സർവീസ് നടത്തിയത് അവിടെ നിന്നും നൽകണമെന്നായിരുന്നു സർക്കാർ ഉത്തരവ്. എന്നാൽ DMO വിളിച്ച ആംബുലൻസിന്റെ തുക തങ്ങൾക്ക് നൽകാനാകില്ല എന്നാണ് ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളുടെയും മറുപടി. ഇതോടെ ജീവൻ പണയം വെച്ച് ജീവൻ രക്ഷിക്കാൻ ഓടിയവർ പ്രതിസന്ധിയിലായി. ന്യൂസ് 18 തിരുവനന്തപുരം. കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് തകഴിയിൽ 1415 ഏക്കർ പാടശേഖരത്തിലെ കൃഷി കർഷകർ ഉപേക്ഷിച്ചു. ഇതോടെ 20,000 കർഷക തൊഴിലാളികൾക്കാണ് തൊഴിൽ നഷ്ടമായത്. ന്യൂസ് 18 അന്വേഷണം. ഈ തരിശായി കിടക്കുന്നത് 20,000-ഓളം കുടുംബങ്ങൾക്ക് അന്നം നൽകിയിരുന്ന പാടശേഖരങ്ങളാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പാടശേഖരങ്ങൾ രജിസ്റ്റർ ചെയ്ത തകഴി കൃഷി ഓഫീസിന് കീഴിലുള്ള പാടങ്ങളിലാണ് കർഷകരുടെ മരണമണി മുഴങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി നെല്ല് സംഭരിച്ച ഇനത്തിൽ ലഭിക്കാനുള്ളത് 9 കോടി. എന്ന് കിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ലാതായതോടെ കുന്നുമ്മ പടിഞ്ഞാറ്, കരിയാർ മുടിയിലക്കരി, 400, മുക്കട കിഴക്ക്, ചെട്ടുതറക്കരി, പന്നക്കളം പാടശേഖരങ്ങളിലെ കൃഷി കർഷകർ എന്നേക്കുമായി ഉപേക്ഷിച്ചു. നെല്ലങ്ങോട്ട് കൊയ്തിട്ട് കഴിഞ്ഞാൽ കിഴിവെന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു കിൻഡൽ നെല്ലിന് 3 കിലോ 4 കിലോ കിഴിവ്. ആ 4 കിലോ ഇപ്പോൾ എനിക്ക് 100 കിൻഡൽ നെല്ലുണ്ടെങ്കിൽ അതിന് 8 കിൻഡൽ അല്ല 9 കിൻഡൽ നെല്ല് ഞാൻ ഇവർക്ക് ഫ്രീ കൊടുക്കണം. ആ ഫ്രീ കൊടുക്കുന്ന നെല്ലിൻ്റെ ചുമട്ടുകൂലി, വാരുകൂലി, വണ്ടിക്കൂലി, വള്ളക്കൂലി ഇതെല്ലാം ഞാൻ കൊടുക്കണം. ഞാൻ ദാനമായിട്ട് കൊടുക്കുന്ന മുതലാണ്. അതിൻ്റെ വരെ സകല എക്സ്പെൻസും ഞാൻ വഹിക്കണം. ഇത് കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകളെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഹാൻഡിലിംഗ് ചാർജ് ഒന്ന് വർദ്ധിപ്പിച്ചു തരണം എന്ന് സപ്ലൈകോ നെല്ലെടുക്കാൻ തുടങ്ങി അന്ന് 12 രൂപ നിജപ്പെടുത്തി. ആ 12 രൂപയാണ് ഈ 2023 ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതും കിട്ടാനില്ല. ഏക്കറിന് 35,000-ഓളം രൂപ ചെലവ് കർഷകനായിട്ടുണ്ട്. പലരും കടം കയറി ആത്മഹത്യയുടെ വക്കിലാണ്. തകഴി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ വിലതവണക്ക് നിലമുള്ളത്. അവിടെ കൃഷി ഓഫീസർ വരുന്നില്ല. ഏതെങ്കിലും ഒരു ടീമിനെ വെച്ചിട്ട് അവർ ഓതറൈസ് ചെയ്ത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈയിടെ കറണ്ട് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒന്ന് കൊടുക്കാൻ ഒരു അപേക്ഷ എന്ന് കഴിഞ്ഞപ്പോൾ അവർ ആലപ്പുഴ ഇരിക്കും. ഞങ്ങൾ പിന്നെ ആലപ്പുഴ പോയി അവിടെ സൈൻ ചെയ്തിട്ട് മേടിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുത്തു. കൃഷിയെ സംബന്ധിച്ച് ഒന്നും നമുക്ക് ഒരു ഇടപാട് ഒരുപാട് സംസാരിക്കാൻ എടുക്കാണ്. മറ്റവർക്കൊക്കെ എന്നാൽ ഓഫീസിരിക്കുന്ന സ്റ്റാഫിന് ഒരു പരിധിയുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്തു തരുന്നു. അതിൻ്റെ മേളിലാണല്ലോ കൃഷി ഓഫീസർ ഇരിക്കുന്നത്. അവരില്ല.
ആൾ ഇന്ന് വരും, നാളെ വരും, എപ്പോൾ ചെല്ലുമ്പോൾ പറയും അടുത്ത ആഴ്ച വരും. അതിലെ ഒരുപാട് ആൾക്കാർ. പിന്നെ ഞങ്ങളിത് ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾ ഈ പൈസയും കിട്ടുന്നില്ല, അതിന് ഒരു നാഥനില്ലാത്ത കളരിയ കണക്കായിപ്പോ എന്നുള്ളതാണ് ഈ കൃഷി. ഞങ്ങളുടെ ഉപജീവനം കൃഷിമാർഗമാണ്. ഞങ്ങളിനി എന്ത് ചെയ്യണം? തകഴിയിലെ 63 പാടശേഖരങ്ങളിലും സമാനമായ സാഹചര്യമാണ്. പലരും കാർഷിക വൃത്തി തന്നെ ഉപേക്ഷിച്ചു. തൽസ്ഥിതി തുടർന്നാൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് കർഷകർ നീങ്ങും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ഇന്ന് ONV കുറുപ്പിന്റെ ഓർമ്മദിനമാണ്. കവി, ഗാനരചയിതാവ്, അധ്യാപകൻ, പൊതുപ്രവർത്തകൻ എന്നീ നിലയിലെല്ലാം മലയാളിയെ ആഴത്തിൽ സ്വാധീനിച്ച ONV ഓർമ്മയായിട്ട് 7 വർഷം. മലയാളമുള്ള കാലത്തോളം നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മ കൂടിയാണത്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട നാളുകളിൽ MN ഗോവിന്ദൻ നായരെ ഒളിത്താവളത്തിലെത്തിക്കാൻ ഒരു വിദ്യാർത്ഥിക്കായിരുന്നു ചുമതല. കവിത എഴുതി തുടങ്ങിയ ചെറുപ്പക്കാരനോട് MN വള്ളത്തിലിരുന്ന് പറഞ്ഞു, ഒരു പാട്ടെഴുതി പാടാൻ. ചന്ദ്രൻ വഴിവിളക്ക് തെളിയിച്ച രാത്രിയിൽ യുവകവി ഇങ്ങനെ എഴുതി: പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ. കൊല്ലം SN കോളേജിലെ AKGക്കുള്ള സ്വീകരണവേദിയിൽ ദേവരാജൻ എന്നൊരു പയ്യൻ ആ വരികൾ ഈണത്തിൽ പാടി. പൊന്നരിവാളം പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. വരികൾ എഴുതിയ ഒറ്റപ്ലക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് അന്ന് കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. 1946 സ്വരാജ്യം വാരികയിൽ മുന്നോട്ട് എന്ന കവിത അച്ചടിച്ചപ്പോഴാണ് ആദ്യം ആ പേര് സഹൃദയർ വായിച്ചത്. 1952 നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലൂടെ ആ പൊന്നരിവാളമ്പിളി മലയാളികളുടെ ഹൃദയങ്ങളിൽ നനുത്ത നിലാവ് വീശും മുമ്പ് കവിതാസ്വാദകർ ആ പേര് ONV എന്ന് ചുരുക്കി വായിച്ചു. അപ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ എഴുതുന്ന 2 വാക്കുകൾക്കിടയിൽ നക്ഷത്രങ്ങൾ ഉദിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് മലയാളത്തിന്റെ കാവ്യാകാശത്ത് 1000 നക്ഷത്രങ്ങൾ ഉദിച്ചു നിന്നത് ചരിത്രം. നാടകങ്ങളിൽ നിന്നും ചലച്ചിത്രങ്ങളിൽ നിന്നും ഈണമൊഴുകി മലയാളി മനസ്സ് നിറച്ചതും ഈണമുള്ള ചരിത്രം. 1957 എറണാകുളം മഹാരാജാസ് കോളേജിൽ നിയമനം ലഭിച്ച അധ്യാപകന്റെ ക്ലാസ്സിലേക്ക് മറ്റു ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾ ഒഴുകിയെത്തിയതും ആ വാക്കുകളുടെ ആകർഷണം കൊണ്ടുതന്നെ. തോന്നിയ അക്ഷരങ്ങൾ, മാറ്റുവിൻ ചട്ടങ്ങളെ, ദാഹിക്കുന്ന പാനപാത്രം, മയിൽപീലി, അക്ഷരം, കറുത്ത പക്ഷിയുടെ പാട്ട്, അഗ്നിശലഭങ്ങൾ, ഉപ്പ്, ഭൂമിക്ക് ഒരു ചരമഗീതം, ശാർങ്ങക പക്ഷികൾ, മൃഗയ, വെറുതെ, അപരാഹ്നം, ഉജ്ജയിനി, സ്വയംവരം. ഓണവും ഓളവും പൂനിലാവും വിപ്ലവവും സ്നേഹവും മോഹവും ദുഃഖവും സ്വപ്നവുമെല്ലാം മലയാളിക്ക് പകർന്നു നൽകിയ അനേകം കൃതികൾ, അനവധി പാട്ടുകൾ. ചലച്ചിത്ര ഗാനരചനയ്ക്ക് 12 തവണ കേരള സംസ്ഥാന അവാർഡ്, ദേശീയ അവാർഡും പത്മശ്രീയും. അഗ്നിതുല്യമായ കവിത്വത്തെ ജീവിതാവസാനം വരെ കത്തിജ്വലിപ്പിച്ചു നിർത്തിയ കവിയാണ് ONV. ഓർമ്മകളിൽ ആ അഗ്നി നറുനിലാവായി എരിയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.